നല്ലൊരു പെരുന്നാൾ സുദിനമാണെന്ന്. അപ്പൊ പാലക്കാട്ടുകാരുടെ പ്രാർത്ഥന കൂടെ ഉണ്ടോ? പ്രാർത്ഥന കൂടെയുണ്ട്, സ്നേഹം കൂടെയുണ്ട്. പാലക്കാടുള്ള ആളുകൾ ഞാനിപ്പം 1.5-2 ദിവസത്തിൽ കൂടുതലായല്ലോ എല്ലായിടത്തും പോയി കാണുന്നു. എല്ലായിടത്തും ഏറ്റക്കുറച്ചിലില്ലാതെ ഒരേപോലെയാണ് ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നത് എല്ലാവരിൽ നിന്നും. അതേപോലെ തന്നെ ഇപ്പോൾ 2-3 ദിവസമായി ഇപ്പോൾ പ്രചരണം തുടങ്ങിയിട്ട് അപ്പോൾ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയുണ്ട്? ഓരോ മണ്ഡലങ്ങളിലും ചെല്ലുമ്പോൾ, ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ സ്വീകാര്യത വലിയ സ്വീകാര്യതയാണ്. കാരണം ഇവിടെ UDF നിരന്തരമായി ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വലിയ ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ തുടർച്ചയാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ ഞാൻ കാണുന്നു. പിന്നെ ആളുകൾക്കും ഞാൻ പല കാര്യങ്ങൾ കൊണ്ട് ഇവിടെ വരികയും ഇവരുമൊക്കെ ആയിട്ട് ഇതിനു മുമ്പും കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടുള്ള ഒരു പരിഗണനയും ഒരു സ്നേഹവും ഒക്കെ ലഭിക്കുന്നുണ്ട്. 24ന്റെ പ്രേക്ഷകർക്ക്, അതുപോലെ തന്നെ എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കും, എല്ലാ മലയാളികൾക്കും ഒരു അങ്ങനെ ഇസ്ലാം മതവിശ്വാസികളൊന്നുമില്ല, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് എല്ലാവർക്കും. കാരണം പലരും അത്തരത്തിലുള്ള പല പ്രകടനങ്ങൾ ഇന്നലെ ഞാനിങ്ങനെ പോകുമ്പം ഞാൻ ഒരുത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ട്രോളുകളൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അയച്ചു തരണമെന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ അവിടെ കുറി തൊടുന്നു, ഇവിടെ കുറി തൊടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരിത് കണ്ടു. അങ്ങനെയൊക്കെ പറയുന്നവരെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഉള്ള നമ്മൾ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഞാനെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ കുറി തൊട്ടിട്ടുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്തേക്കാം, അയ്യോ അല്ല അങ്ങനെ വോട്ട് ചെയ്യില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ രാവിലെ നമ്മൾ സന്ദർശനം നടന്നത് ക്ഷേത്രത്തിലായിരിക്കും, അവിടുന്ന് നമ്മൾ പ്രസാദം തൊട്ടും, വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കിയതിനിടെ നമ്മൾ മോൻ കഴി കാണും. ഇങ്ങനെയുള്ള രീതിയിൽ മനുഷ്യരെ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം രണ്ടുപേര് തമ്മിൽ കണ്ടുപിടിക്കാമെങ്കിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണല്ലോ നമ്മളുടെ പോരാട്ടം എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് മുന്നിലേക്ക് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.